അസ്സലാമു അലൈക്കും. ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? ഇത് ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്നറിയില്ല. അയാളുടെ ആ വസ്ത്രമൊക്കെ കണ്ടിട്ട് പാകിസ്ഥാനി ലുക്കാണ് തോന്നിയത്. റെയിൽവേ ട്രാക്കിൽ ഇരുന്നു കൊണ്ട് ഒരു കുട്ടി കളിക്കുകയാണ്. അപ്പോ ഒരു വശത്ത് നിന്ന് ട്രെയിന് ചീറിപ്പാഞ്ഞു വരുന്നുണ്ട്. ഈ ട്രെയിനിന് മുമ്പിലൂടെ അയാൾ ഓടി വന്നിട്ട് ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ നോക്കുകയാണ്. പക്ഷേ അയാൾക്ക് കുട്ടിയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ട്രെയിന് അയാളുടെ തൊട്ടടുത്തെത്തി. അപ്പോ അയാൾ ആ ട്രെയിനൊരു ചവിട്ടണ്ട് കൊടുക്കണം. ആ ട്രെയിന് നേരെ പിന്നോട്ട് പോവുകയാണ്. ഈ രൂപത്തില് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു. ഇനി ഇത് അസംഭവ്യം എന്ന് ഇത് കാണുന്ന ആളുകൾക്ക് തന്നെ അറിയാൻ കഴിയും, ഇതൊരു എഡിറ്റിംഗ് ആണെന്നുള്ളതും അറിയാൻ കഴിയും. എന്നാൽ നമ്മളെ ഇവിടെയുള്ള ചില ആളുകൾ പറയുന്നത് കേട്ടാൽ ഇതൊന്നും അസംഭവ്യമല്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുക. അതുപോലെയുള്ള ഒരെണ്ണം നമുക്കൊന്ന് കേൾക്കാം. അതാണ് സിയം വലി. ഫ്ലൈറ്റ് നിയന്ത്രിക്കും, ട്രെയിൻ നിയന്ത്രിക്കും, ഒക്കെ നിയന്ത്രിക്കും. മനസ്സിലായില്ലേ? ഇതുപോലെയുള്ള കാര്യങ്ങൾ കേട്ടാല് ആർക്കാണ് ആ ഒരു കാര്യം വിശ്വസിക്കാൻ കഴിയാതിരിക്കുക അല്ലേ? അത് എഡിറ്റിംഗ് ആണെന്ന് ഈ കൗമിന്റെ അടുത്ത് പറഞ്ഞവര് വിശ്വസിക്കോ? ഇനി അതൊന്നും കൂടി വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ മുൻപ് കാണിച്ചതാണ്, എങ്കിലും ഒരിക്കൽ കൂടി നമുക്കത് കാണാം. ആ റെയിൽവേ പാളത്തിൽ വണ്ടി ഇങ്ങനെ നിൽക്കുന്നു, ട്രെയിൻ ചീറി പാഞ്ഞു വരുന്നു, ഒരു പരിഹാരവുമില്ലല്ലോ. കുഞ്ഞിക്കോയൊക്കെ സാധാരണ മനുഷ്യനല്ലേ? കുഞ്ഞിക്കോയക്ക് വലിയ വേദനയായി. ഉടനെ കുഞ്ഞിക്കോയൊക്കെ ശൈഖുനാനെ പ്രൊട്ടക്ഷൻ ചെയ്തുകൊണ്ട് മറഞ്ഞു നിന്നു. ഇനി എന്ത് സംഭവിക്കുന്നു എന്നറിയില്ല. എന്ത് സംഭവിച്ചാലും ആദ്യം കുഞ്ഞിക്കോയക്ക് സംഭവിച്ചിട്ട് വേണം ശൈഖുനാക്ക് സംഭവിക്കാൻ. അപ്പൊ കുഞ്ഞിക്കോയക്ക് സ്നേഹത്തോടുകൂടി ശൈഖുനായെ വലയം ചെയ്ത് മറഞ്ഞിങ്ങനെ വണ്ടിയിൽ നിന്നു. ഉടനെ ഖുതുബുൽ സിയം വലിയുള്ളാഹ് മഹാനവറുകൾ കുഞ്ഞിക്കോയയോട് സംസാരിക്കുന്നു. കുഞ്ഞിക്കോയ മാറി നിൽക്ക്. അങ്ങനെ കുഞ്ഞിക്കോയെ മാറി നിർത്തിയിട്ട് ശൈഖുന ചീറി പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ മുഖത്തോട് നോക്കി ഇങ്ങനെ കൈകൊണ്ടൊരു ആക്ഷൻ കാണിക്കുന്നു. നിൽക്ക് എന്ന അർത്ഥത്തിൽ. സുബ്ഹാനല്ലാഹ്. മൻ കാന ലില്ലാഹി കാന അല്ലാഹു ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വേണ്ട പോലെ അറിഞ്ഞാൽ, അല്ലാഹുവിന്റെ മുമ്പിൽ യഥാർത്ഥ അടിമത്വം പ്രകടിപ്പിച്ചാൽ അല്ലാഹു അവർക്ക് നൽകുന്ന ദറജയും പവറും എത്രയാണ്. ഓടി വരുന്ന ട്രെയിൻ അവിടെ പെട്ടെന്ന് നിൽക്കുകയാണ്. എന്തുണ്ടായി? ആ ട്രെയിൻ അവിടെ നിൽക്കുന്നു. ആ ട്രെയിനിൽ നിന്ന് ട്രെയിൻ ഓടിച്ചിരുന്ന ഡ്രൈവർ ചാടിയിറങ്ങുന്നു. എന്നിട്ടോ ശൈഖുനായുടെ ചാരത്തേക്ക് ഓടി വരികയാണ്. ശൈഖുനായുടെ കാലിൽ കിടന്ന് ചുംബിക്കുകയാണ്. ആ ഡ്രൈവർ ആരാണെന്ന് ആർക്കും അറിയില്ല. ശൈഖുനായ ആ ഡ്രൈവർക്കും പരിചയമില്ല. ആ ഡ്രൈവർ വന്ന് ശൈഖുനായുടെ കാലിൽ മുത്തമിടുകയാണ്. ആ ഡ്രൈവർ മടങ്ങിപ്പോകുമ്പോ കുഞ്ഞിക്കോയൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് ഈ മനുഷ്യൻ ആരാണെന്നറിയുമോ? അപ്പൊ ഡ്രൈവർ പറയുന്നു, ഈ മനുഷ്യൻ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരിക്കലും എനിക്ക് സാധിക്കാത്ത ഒരു പരിപാടി, ഈ ട്രെയിൻ അവിടെ ബ്രേക്ക് ഇടുക എന്നത് അസാധ്യമല്ലേ. പക്ഷെ ഇദ്ദേഹമാണ് എന്റെ അടുത്ത് വന്ന് എന്നെ ട്രെയിനിന്റെ ഡ്രൈവർ സീറ്റിൽ നിന്ന് മാറ്റി വെച്ചിട്ട് അദ്ദേഹം ട്രെയിൻ നിർത്തിത്തന്നു. എന്നാ മൂല്യരെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇത് മുൻപ് ഈ വീഡിയോ കാണിച്ചപ്പോഴും ചോദിച്ചതാണ്. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ മനസ്സിലാകട്ടെ. അവിടുന്ന് തന്നെ അയാളെ കാലുകൊണ്ട് പിടിച്ചിട്ട് ഉമ്മ വെച്ചാ പോരായിരുന്നോ? എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഇയാളുടെ കാലുമ്പോ ഉമ്മ വെച്ച്? അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാണ് ജനങ്ങളെ. ഇയാളെ പിടിച്ച് മാറ്റിയിട്ട് ഡ്രൈവർ സീറ്റിൽ കയറി നിൽക്കുക. അപ്പോ ഡ്രൈവർ സീറ്റിൽ കയറി നിന്നിട്ട് ഇയാള് ബ്രേക്ക് ഇട്ടു. മൂപ്പരൊക്കെ പറഞ്ഞേട്ടാ 800 കാറ് ബ്രേക്ക് ഇട്ട പോലെ ട്രെയിന് ബ്രേക്ക് ഇടാൻ പറ്റുന്നതാണ്. എന്തോ ആവട്ടെ. ഇനിയിപ്പോ ബ്രേക്ക് ഇട്ടപ്പോ ആ ബ്രേക്ക് ഇട്ടിട്ട് രക്ഷപ്പെട്ടപ്പോ അവിടെ തന്നെ കാലുമ്പോ പിടിച്ചിട്ട് ഉമ്മ വെച്ചൂടെ? വേഗം ഇറങ്ങി വന്നിട്ട് ഈ റെയിൽവേ ട്രാക്കിൽ നിൽക്കുന്ന ആളുടെ കാലുമേണ് ഉമ്മ വെച്ചെന്നുള്ള ഇതുപോലെയുള്ള കാര്യങ്ങള്. ഇത് നിങ്ങൾക്ക് കറാമത്തായിട്ടാണോ മനസ്സിലായത്? അങ്ങനെയെങ്കിൽ നേരത്തെ കാണിച്ച ആ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കൂ. കണ്ടല്ലോ, ഇത് ചവിട്ടി തെറിപ്പിച്ചിരിക്കുകയാണ്. അപ്പോ ഷെയ്ഖുനാക്കുനയുടെക്കാട്ടിലും വലിയ കറാമത്തായി പോയില്ലേ ഇത്? അവിടെ പോയിട്ട് ഇയാൾ ഡബിളായിട്ട് പോയിട്ട്
ഇങ്ങനെ ബ്രേക്ക് ചെയ്തിക്കുകയാണ്. അങ്ങനെ ട്രെയിൻ നിന്നു. അതില് ഒരു കാര്യമുള്ളൂ, ഈ ഡബിൾ റോൾ അഭിനയിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഒരാൾ പോയിട്ട് ബ്രേക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ഇനി എന്തായാലും നമുക്ക് വിശ്വസിക്കാം. എന്നാൽ ഇവിടെ പാകിസ്ഥാനി പോലെയുള്ള ആ ആൾ എന്ത് ചെയ്ത് ഒറ്റ ചവിട്ടാണ്. ചവിട്ടിന് വന്ന സ്പീഡിൽ ട്രെയിൻ തിരിച്ചു പോവുകയാണ്. ഇത് കറാമത്തായിട്ട് ഒരാളോട് പറഞ്ഞ് കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഫലിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാതിരിക്കൊന്നും വേണ്ട. അതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് അലിയാജി പറഞ്ഞു, ഉമ്രാജി പറഞ്ഞു, അല്ലെങ്കിൽ അബഗ്രാജി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ല ഇവര് തെളിവ് പറയാ. ഇതേപോലെ താണ്ടോ വീഡിയോ ഉണ്ടോ, കണ്ടോ, ഒറ്റ ചവിട്ടിന് ട്രെയിനിനെ വന്ന പോലെ ചീറി പായിപ്പിച്ചു, തെളിവുണ്ട് എന്ന് പറയില്ലേ. ഇതൊരു 100 കൊല്ലം കഴിഞ്ഞാൽ അയാള് ഔലിയാക്കൂലേ? അയാൾ എവിടെയാണ് കബർ അടക്കിക്കണിച്ച് അവിടെ പോയിട്ട് മറ്റേ സാധനം കെട്ടിയിട്ട് വെട്ടിവെക്കൂലേ, പിരിവർത്തൂലേ? അപ്പോ നുണകൾ ഇങ്ങനെ പറയുമ്പോ ഇതൊക്കെ ഇന്ന് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് എഡിറ്റിങ്ങിലൂടെയും അനിമേഷനിലൂടെയൊക്കെ നിർമ്മിക്കാവുന്ന കാര്യങ്ങളാണ്. നിങ്ങള് ഈ സോഷ്യൽ മീഡിയക്ക് ഇത്രയും ഒരു പ്രചാരം ഇല്ലാതിരുന്ന കാലത്താണ് ഇതുപോലെയുള്ള തള്ളുകള് ഇങ്ങനെ പറഞ്ഞു വെച്ചിരുന്നത് എന്നുള്ളത് ഓർക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും ഇവര് ഫ്ലൈറ്റ് ഇങ്ങനെ പിടിച്ച് തിരിച്ചു വെച്ചു, മൂക്ക് പിടിച്ചിട്ട് അങ്ങോട്ടാക്കി എന്നൊക്കെയുള്ള കഥകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പറഞ്ഞതൊക്കെ ഈ സോഷ്യൽ മീഡിയ യുഗത്തില് സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലുള്ള ഒരു സംഭവം കൂടി ഇതിന് ബാക്കിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ഒരു സുഹൃത്ത് പിന്നെ ഡേറ്റ് ഒരു ദിവസമായിട്ടുള്ളൂ, അപ്പോഴാണ് നാട്ടിൽ നിന്ന് ഗൾഫ് കയറുന്നത്. ചാലിയത്ത് വന്ന് ആള് നാട്ടിൽ നിന്ന് പോകുമ്പോ ചിലപ്പോ ചാലിയത്ത് നിന്നാ പോലെ ചാലിയത്ത് വന്ന് ദ്വാരന്നിട്ട് പോയി അവിടെ എത്തിൻ്റെ ശേഷം എനിക്ക് വിളിച്ച്, ഉസ്താദെ വലിയൊരു ആശ്ചര്യം ഉണ്ടായി. എന്തോ ചോദിച്ച്, ഞാൻ ഇറങ്ങാൻ എനിക്ക് മണിക്കൂറുകളുള്ളൂ. അങ്ങനെ ഞാൻ ഇറങ്ങേണ്ട എയർപോർട്ടിന്റെ അടുത്തെത്തിയപ്പോ കാർമേഘം കാരണത്താൽ അനൗൺസ് വന്ന് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റൂല. കുറച്ച് മിനിറ്റുകളൊക്കെ ആകാശത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിന്ന് സിഗ്നൽ കിട്ടാതെ ഫ്ലൈറ്റിൽ അനൗൺസ് വന്ന് മറ്റൊരു എയർപോർട്ടിൽ പോയാണ് ഇറങ്ങുന്നത്. മറ്റേ എയർപോർട്ടിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് വണ്ടി വിളിച്ച് എത്തുമ്പോഴേക്കും ടൈം കഴിയും. അപ്പൊ ആകെ ബേജാറിലാണ് അയാളുള്ളത്. അയാൾ CM-ന് ഫാത്തി ഓതാൻ തുടങ്ങി. കോയലേരെ ആളാണ് അയാൾ. കോയലേർക്കും CM-നും ഫാത്തി ഓതി CM വലിയുള്ള എങ്ങനെങ്കിലും ഇവിടെ തന്നെ ഇറക്കി തരണം. ഫ്ലൈറ്റ് അനൗൺസ് കഴിഞ്ഞ് ഇവിടെ ഇറങ്ങുന്നില്ല. അങ്ങനെ അയാൾ പറയാണ്, അങ്ങനെ ഞാൻ ഇങ്ങനെ ഓതിക്കൊണ്ടേ ഇരിക്കാണ്. ഒരു 10 മിനിറ്റ് ആയപ്പോ ഞാൻ ഇങ്ങനെ അറിയാതെ അങ്ങ് മാളിപ്പോയി. അപ്പോ ഫ്ലൈറ്റിന്റെ മുൻഭാഗം CM വലിയുള്ള പിടിച്ചിരിക്കുന്നു. CM വലിയുള്ള അങ്ങനെ ഫ്ലൈറ്റിന്റെ മുന്നിൽ ഇങ്ങനെ പിടിച്ചിരിക്കണ അങ്ങനെ കാണുക. അങ്ങനെ അയാള് ഉണർന്നു നോക്കുമ്പോ അനൗൺസ് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, ഇവിടെ തന്നെ ഇറങ്ങാണ്. അതാണ് CM വലി. ഫ്ലൈറ്റും നിയന്ത്രിക്കും, ട്രെയിനും നിയന്ത്രിക്കും, ഒക്കെ നിയന്ത്രിക്കും. എന്തൊക്കെ അനുഭവങ്ങളാണ് റബ്ബേ CM വലിയുള്ളാന്റെ. എന്റെ ഒരു സുഹൃത്ത് എനിക്ക് വിളിച്ചു. അയാളെന്താ സൗദിയിലെ ഏതൊരു സ്ഥലത്താണ്, ഒരു മുസ്ലിയരാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു നാട്ടിൽ പോകേണ്ട, എനിക്കൊരു വിസന്റെ സാഹചര്യം ഉണ്ട്, പക്ഷെ നാട്ടിൽ പോയി വരണം. നാട്ടിൽ പോകുമ്പോ ജിദ്ദയിലെത്തണം. അതിന് 3-4 ചെക്ക് പോസ്റ്റ് കടന്നു പോകണം. ഞാൻ എന്നോ ചാടിയതാണ്. അപ്പോ എന്റെ രേഖ നോക്കിയാൽ ഞാൻ ഉള്ളിലാവും. ഇനി ജിദ്ദയിലെത്തിയാൽ തന്നെ എന്റെ കണ്ണും കൈയൊക്കെ അവര് പകർത്തിയാൽ തിരിച്ചു വരാനും പറ്റൂല. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങള് എന്ത് ചെയ്തോളി, CM വലിയുള്ളാക്ക് യാസീൻ ഫാത്തിഹ ഓതി ബസ് കയറിക്കോളി. പിന്നെ CM-നെ വിളിച്ചോളി. ചെക്ക് പോസ്റ്റൊക്കെ എത്തുമ്പോ എന്നുള്ള ദിക്ർ ചൊല്ലിക്കോളിയാണ്. അങ്ങനെ അയാൾ നാട്ടിലെത്തി, ചാലിയത്ത് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്ങനെ എത്തിയത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിങ്ങളെ CM-ഉം നിങ്ങളെ ലാത്തുതിരിക്കും, വല്ലാത്ത CM-ഉം വല്ലാത്ത ലാത്തുതിരിക്കുവാണെന്ന് പറഞ്ഞു. അപ്പൊ കഥ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത്, ബസ് കയറി ആദ്യമായി തന്നെ ചെക്കിങ്ങേര് കയറിങ്ങാണ്ട് ആദ്യമായിട്ട് ഇയാളെ പാസ്പോർട്ട് വാങ്ങി. അപ്പൊ നോക്കിയാൽ ആകെ ഡേറ്റ് ടിക്കറ്റ് എടുക്കണത്. ഇയാള് നോക്കുക, പോലീസ് ഇങ്ങനെ നോക്കുക, നേരെ നോക്കുകയാണ്. ഇപ്പൊ പിടിച്ചിറക്കും. ഇറക്കൂലടോ, CM ആണോ? ഇറക്കൂല. കണ്ണാണ് മഞ്ഞൾ ചുവല്. ഓൻ മഞ്ഞളിക്കല്ല, നല്ല ഡേറ്റ് ആണ് കാണും. അവനക്ക് പറ്റിയ ഡേറ്റ് ആണ് കാട്ടി കൊടുക്കും. അതിനുണ്ടാകുക. അതിൽ നോക്കിയപ്പോ ശരിയാണ് ഇവിടെ കൊടുത്ത് അതന്നെ ഇറങ്ങിപ്പോയി ചെയ്തു. അല്ലാത്ത സഹാണ്. ചെവി പിടിച്ച് പറയിപ്പിക്കും, അത് ഉറപ്പാ. അങ്ങനെയാണ് അവസ്ഥ.
എന്നിട്ട് അങ്ങനെ പിന്നെ അയാൾ ജിദ്ദയിലെത്തി. ജിദ്ദയില് നമ്മള് ഇപ്പൊ യാത്ര ചെയ്തവർക്കൊക്കെ അറിയാലോ, അവിടെ ഇങ്ങനെ ആ കൗണ്ടറിന്റെ അടുത്ത് ഒരാളെ നിൽക്കാൻ പറ്റുള്ളൂ, അപ്പുറത്തെ വരന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് അയാൾ അങ്ങ് പോയിട്ട് അടുത്താക്ക് കയറാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇയാൾ അങ്ങനെ നിൽക്കുക അങ്ങനെ ആ കൗണ്ടറിലുള്ള ചങ്ങായി പിന്നെ ഈ മുസ്ലിയാരെ മുന്നിലുള്ള ആളാണ് പോയപ്പോ മുസ്ലിയാർ അങ്ങോട്ട് കയറിപ്പോ കൈയെടുക്കും, കണ്ണെടുക്കും. ഇങ്ങോട്ട് വരാൻ പറ്റുമോ? തിരിച്ചു വരാൻ പറ്റൂല 5 കൊല്ലത്തിനറ്റ്. അപ്പോ ആ ടൈമിൽ CM ഒരു ട്രിക്ക് എടുത്ത്, എന്താ, ഇയാളെ കേസിലാക്കണല്ലോ. ഇയാള് ഈ കൗണ്ടറിലുള്ള ചങ്ങായി അടുത്ത കൗണ്ടറിലുള്ള ചങ്ങായിയുമായിട്ട് സംസാരിച്ചു. ഈ സംസാരം കുറച്ച് നീണ്ടുപോയി. അറബിയാളല്ലേ, അവർക്ക് ജോലിനെ കാണാൻ രസമൊക്കെ സംസാരമാണ്. ഓലെങ്ങനെ കമ്പ്യൂട്ടറുമൊക്കെ തൊടുന്നുണ്ടാവും, വർത്താനം പറഞ്ഞുണ്ടാവും. അവിടെയുള്ള ഒരു ലറബാനെഴുതിയ കഥബാന്നാവും. എന്നിട്ട് മനുഷ്യൻ ഇടങ്ങറാവും. അങ്ങനെ അടിയിൽ വർത്താനം പറഞ്ഞപ്പോ അയാൾ 5 മിനിറ്റ് 2-3 മിനിറ്റ് ആയപ്പോ അയാൾ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു പോയി. 1 മിനിറ്റ് അയാൾ ഡ്യൂട്ടി ചെയ്യൂല അറബികള്. അയാളോട് എണീച്ചു പോയി. അപ്പൊ ഈ മൊയിലേർ അവിടെ തന്നെ നിൽക്കുകയാണ്, കണ്ണു കൊടുത്തിട്ടില്ല, കൈ കൊടുത്തിട്ടില്ല. അടുത്ത ആള് വന്ന്, അപ്പൊ അത് കഴിഞ്ഞ ആളാണെന്നുള്ള കാര്യം ചോദിച്ചു, കഴിഞ്ഞു ചോദിച്ചു, ആ എന്നറിഞ്ഞു പോയിക്കോ പറഞ്ഞു. അതാണ് CM.